ശ്രീകോവിലിന്റെ വശങ്ങളിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം. ഇപ്പോൾ സ്വർണത്തിന്റെ തൂക്കം കുറഞ്ഞതിൽ സത്യം വെളിച്ചം കാണട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. 3 ആഴ്ചയാണ് അന്വേഷണത്തിന് സമയം കൊടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്യാം ദേവരാജും ഗോകുലുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം ദേവരാജ്, കോടതി ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വർണ്ണപ്പാളികളിൽ അല്ലെങ്കിൽ ഈ സ്വർണം പൂശുന്നതിൽ ഈ ചെമ്പ് പ്ലേറ്റുകളിലാണല്ലോ സ്വർണം പൂശുന്നത്. അപ്പോൾ ഈ കൊടുത്ത പ്ലേറ്റുകളിൽ സ്വർണം പൂശിയതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്, ആ പീഠം എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി ഉണ്ടോ? സുജയ പാർവതി, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. ദേവസ്വം ബോർഡ് ഹാജരാക്കുകയും ചെയ്തു. ആ രേഖകളാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിശോധിച്ചതും ഇന്ന് അതിന്മേൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവ്യക്തതയുണ്ട്, വ്യത്യാസങ്ങളുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണവും കൂടി നടത്താൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്, ഇടക്കാല ഉത്തരവിൽ ഇടുന്നത് അത് ദേവസ്വം വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത്. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. 3 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കണം. അന്വേഷണം പൂർത്തിയാക്കുന്നത് മാത്രമല്ല, ആ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് കൈമാറുകയും നൽകുകയും വേണമെന്നതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇന്നത്തെ ഇടക്കാല ഉത്തരവ്. ഇതിൽ ഈ സംശയകരമായ സാഹചര്യങ്ങളിലേക്ക് വരുന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയി. അത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അന്ന് കൊണ്ടുപോകുന്നതിന് മുൻപ് 42 കിലോ 800 ഗ്രാം ആയിരുന്നു ലോഹത്തിന്റെ ഭാരം. ഇത് 1.25 മാസമാണ് ഇതിന്റെ ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടി എടുത്തത്. അതിനുശേഷം ഇതിന്റെ ഭാരം പണിത് വരുമ്പോഴേക്കും ഇതിൽ ആഡ് ഓണിനാണല്ലോ കൊണ്ടുപോയത്. ശ്യാം, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. വീണ്ടും സ്വർണം പൂശാൻ പോകുമ്പോഴേക്കും അകത്തുള്ള സാധനങ്ങളൊക്കെ എവിടെ പോകും? അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പത്തിന്റെ ആ ശില്പമായിട്ടാണോ പീഠമായിട്ടാണോ കൊണ്ടുപോയത്? എങ്ങനെയാണ് കൊണ്ടുപോയത്? ഈ 4 കിലോയിൽ അധികം കുറയുന്നത് എങ്ങനെയാണ്? അതിന്റെ കണക്കുകളാണ് സുജയ പാർവതി പറഞ്ഞു വരുന്നത്. കാരണം ഇത് പീഠം ഉൾപ്പെടെ ദ്വാരപാലകരുടെ ശില്പം ഉൾപ്പെടെയുള്ളവയാണ്. ഈ ചെമ്പ് പാളികൾ ഉൾപ്പെടെ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെയാണ് ഇത് 42 കിലോ 800 ഗ്രാം എന്ന് പറയുന്നത്. ഇത് 1.25 മാസമാണ് പണിക്ക് വേണ്ടി എടുത്തത്. ഇതിനുശേഷം 38 കിലോഗ്രാം 258 ഗ്രാമായി ഇത് കുറയുകയാണ് ചെയ്തത്. അതായത് 4 കിലോ 581 ഗ്രാം 9 മില്ലിഗ്രാമാണ് കുറവ് വന്നതെന്നാണ് ഹൈക്കോടതി കണ്ടെത്തുന്നത്. ഇത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൈവശം ഇരിക്കുകയാണ് ലോഹത്തിന്റെ ഭാരം കുറഞ്ഞതെന്ന കാര്യം കൂടി ഹൈക്കോടതി ഇന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. ലോഹം ചെമ്പുപാളി മാത്രമാണ് എന്ന് വരെയായിരുന്നു 2019 പറഞ്ഞത്. അത് മനഃപൂർവ്വം പറഞ്ഞതാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഇന്ന് വിമർശനമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സ്പോൺസർക്ക് പറയാനുള്ളത് അതുകൂടി ഒന്ന് അറിയണമല്ലോ. നേരത്തെ സ്പോൺസർ പറഞ്ഞത് പ്രേക്ഷകർ കേട്ട് കാണും. ഗോകുൽനാഥ് നമുക്ക് പോകണ്ട. ഗോകുൽനാഥ്, ഗുഡ് ഈവനിങ്. ഈ ആശാരിയെ സോപാനത്തിനകത്ത് കയറ്റാനായിട്ടുള്ള നിയന്ത്രണം, അതുപോലെ തന്നെ താങ്ങുപീഠം എവിടെ പോയി, അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. താങ്ങുപീഠം വീണ്ടും ഉണ്ടാക്കി, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യക്തത എന്താണ് ഗോകുൽ? സുജയ, ഇന്ന് രാവിലെയാണ് ഡോക്ടർ അരുൺകുമാറിന്റെ ചർച്ചയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുക്കുകയും തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ടെലിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്പോൺസറായി വരികയും 2019 സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ഇലക്ട്രോപ്ലേറ്റ് അടക്കം നടത്തുകയും ചെയ്യുകയും പിന്നീട് തിരികെ കൊണ്ട് സോപാനത്തെത്തിക്കുന്ന കാര്യങ്ങളുമൊക്കെ സംസാരിച്ചു. അപ്പോൾ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. ആദ്യകാലത്തിൽ 42 കിലോ ആയിരുന്നു ഈ ഭാരമെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഇത് കുറഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങൾ. അതിലെന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൃത്യമായി പറയുന്നു, മുൻകാലങ്ങളിൽ എപ്പോഴോ ഈ ചെമ്പ് പ്ലേറ്റിനകത്ത് ലെഡ് കൂടി മിക്സ് ചെയ്തിരുന്നു. ഈ മിക്സിംഗ് പിന്നീട് സ്വർണവുമായി പ്രവർത്തിച്ച് രാസപ്രവർത്തനത്തിലൂടെ ഉരുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ കുറവ് സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിലാണ്. എന്തായാലും അത് മാത്രമല്ല, ദ്വാരപാലക ശില്പങ്ങളും വയ്ക്കുന്നതിനൊരു പീഠമുണ്ടായിരുന്നു. ഈ പീഠത്തിന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു. ഈ കുറവിനെ തുടർന്ന് ഇത് മഹസറിൽ രേഖപ്പെടുത്തിയതായി കാണുന്നില്ല എന്നുള്ളൊരു ഗുരുതര ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ആരോപണം മാത്രമായി ഉന്നയിക്കാൻ മാത്രമേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇപ്പോൾ ശ്രമിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ ഗണ്യമായ കുറവ് ഉണ്ട്. ഒരുപക്ഷെ ഇത് സ്റ്റോർ റൂമിൽ ഉണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല, വിജിലൻസ് അന്വേഷണം അടക്കം ഉണ്ടാകേണ്ടതുണ്ട് എന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് BJP അടക്കമുള്ള സംഘടനകളുടെ, ഹൈന്ദവ സംഘടനകളുടെ ശ്രമമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചുള്ള അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ദ്വാരപാലക ശില്പങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിപാലനവുമെല്ലാം. എന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1999 കാലഘട്ടം കോടതിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദം അയ്യപ്പ സംഗമം നടക്കുമ്പോഴും ചർച്ചയായിക്കൊണ്ട് ഇങ്ങനെ തുടരും എന്ന് വേണം കരുതാനല്ലേ?
തീർച്ചയായിട്ടും അതായത് ഏറ്റവും എടുത്ത് പറയേണ്ടത് 1999 കാലഘട്ടം മുതൽ ഈ സ്വർണ്ണപ്പണികളെല്ലാം സോപാനത്ത് തന്നെ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്ത് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് അടക്കമുള്ള വിദ്യകൾക്കായി ചെന്നൈയിലും മറ്റിടങ്ങളിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെയാണ് ഈ മറ്റ് പുതിയ കമ്പനികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും അങ്ങനെ ഒരു സ്പോൺസർഷിപ്പിൽ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും. എന്തായാലും പല കാര്യങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഈ സ്പോൺസർ അടുത്ത് വേണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ ഈ സ്വർണ്ണപ്പണിയുടെ സമയത്ത് ദേവസ്വം കമ്മീഷണർ ഉണ്ടാകണമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ ഈ ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഹൈക്കോടതിയിൽ തന്നെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് തന്നെ മാപ്പ് അപേക്ഷിക്കുന്ന ഒരു കാര്യവും കൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി വ്യക്തത വരട്ടെ, കോടതി ചോദിച്ച ചോദ്യങ്ങളിൽ അന്വേഷണം നടന്ന അക്കാര്യത്തിൽ ഒരു വ്യക്തത വരട്ടെ ഗൂഗിൾ, നമുക്ക് ആ വ്യക്തതയ്ക്കായി കാത്തിരിക്കാം.